ഹലോ, വെൽക്കം ടു ഡേവ്സ് യൂട്യൂബ് വേൾഡ്. ഇതെന്താണെന്നല്ലേ, ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൊജിറ്റയാണ്. കാരണം പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നാലോ, പിന്നെന്താ നമുക്ക് തന്നെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു ഡ്രിങ്ക് കുടിക്കാം. ലെമൺ ജ്യൂസ് അല്ലേ നമ്മൾ കൂടുതലും കുടിക്കാറ് അല്ലേ. അപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു കോക്ടെയിൽ മോഡൽ, ആൽക്കഹോളിക് അല്ല കേട്ടോ, മോഡൽ മൊജിറ്റോ തയ്യാറാക്കിയാലോ. പുറത്തുനിന്ന് വാങ്ങുന്ന മൊജിറ്റോയും നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന മൊജിറ്റോയും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കണ്ടേ. അതിന് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ടോ, രണ്ടും ഒരുപോലെയാണോ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇനി നമുക്കൊരു മൊജിറ്റോ തയ്യാറാക്കാം. ഓക്കെ, ഈസിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തു. ഒത്തിരി ഇല്ല, കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. കണ്ടല്ലോ, ഇത്രയും വരുന്ന പുതിനയില ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ളത് ഇതേ കണ്ടോ, ഒന്ന്, പിന്നെ എന്താ ചെറിയ 2-3 പീസ് ലെമൺ നാരങ്ങ. പിന്നെ നമുക്ക് വേണ്ട എന്താ കുറച്ച് ലെമൺ ജ്യൂസ്, ഒത്തിരി വേണ്ട. ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ, ഒരു 1.5 സ്പൂൺ വരുന്ന ലെമൺ ജ്യൂസ് എടുത്തു. അപ്പോൾ 1.5 സ്പൂൺ വരുന്ന ലെമൺ ജ്യൂസ് എടുത്തു. ഇനി നമുക്കിതിൽ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ വരുന്ന ഷുഗർ ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എന്താ ചെയ്തെടുക്കേണ്ടേ, ഇത് വെച്ചിട്ട് ഈ സാധനം കണ്ടല്ലോ നന്നായിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഒത്തിരി നന്നായിട്ട് ചതയ്ക്കേണ്ട, ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി നന്നായിട്ട് ചതയ്ക്കേണ്ട ആവശ്യമില്ല. ഈ മെത്തേഡിൽ നമുക്കിതിട്ടൊന്ന് ചതച്ചെടുക്കാം. കണ്ടോ, കാരണം ഒത്തിരി ചതച്ചാൽ എന്താ കയ്പ്പ് വരും നാരങ്ങയുടെ. അപ്പോൾ ഇത് മതി, ചെന്നായിട്ട്. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് ചതച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് കുറച്ച് ഐസ് ക്യൂബാണ് വേണ്ടത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടേക്കാം. ഇപ്പോൾ ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല, ഇതേ കണ്ടല്ലോ 3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൽ എന്താ സ്പെഷ്യൽ എന്നല്ലേ, ഇനി ഇതിൽ കുറച്ച് ഇതെന്താ ഗ്രേപ്സ് ജ്യൂസാണ് ചേർക്കുന്നത്. ഉണ്ടല്ലോ, ഒത്തിരി ഇട്ടില്ല, കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ മൊജിറ്റോ. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒന്ന് വെറുതെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താ, ഐസ് ക്യൂബ് എല്ലാം ഇട്ടിട്ടുണ്ട്, എന്നാലും പുതിന നാരങ്ങ എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രേപ്സ് മൊജിറ്റോ ആണ്. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനൊരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തു. ലെമൺ ഇത് കണ്ടല്ലോ, ഒരു 4-5 പീസ് വരുന്ന ലെമൺ ഇട്ടേക്കും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് പഞ്ചസാരയാണ്. ഷുഗർ 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ തയ്യാറാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ഇതേ കണ്ടോ, ഇതാണ്. ഇതെന്താണ്, ശംഖുപുഷ്പമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം, ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. ഉണ്ടല്ലോ, വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ശംഖുപുഷ്പം നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. കണ്ടല്ലോ, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് നീര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ വേണ്ടതെന്നല്ലേ, നമുക്ക് ഐസ് ക്യൂബ് ഒത്തിരി ഇട്ടുള്ളത് 2 പീസ് എടുത്തേ. ഐസ് ക്യൂബ് ഞാൻ ഇട്ട് കൊടുത്തു, 2 ഇട്ടിട്ടുള്ളൂ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് വൈനാണ് കേട്ടോ. ശംഖുപുഷ്പം വൈനും ഞാൻ കുടിച്ചതിൽ എനിക്ക് ടേസ്റ്റാണ്. അതിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കറിയില്ല. എന്തായാലും കുടിച്ചപ്പോൾ എനിക്കൊരു സൈഡ് എഫക്ട്സും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈനൂടെ അതിൽ ചേർത്തു. നമുക്ക് കുറച്ച് നാരങ്ങ ഇതിലിട്ടേക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യണ്ടേ. കണ്ടല്ലോ, എന്നിട്ട് മൊജിറ്റോ കണ്ടല്ലോ. വൈൻ മാത്രമല്ല കേട്ടോ, ശംഖുപുഷ്പം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരെണ്ണം എന്താ, ഗ്രേപ്സ് ജ്യൂസ് വെച്ചിട്ട്. ഇതേ കണ്ടല്ലോ, ഇന്നത്തെ മൊജിറ്റോ, കോക്ടെയിൽ മോഡൽ മൊജിറ്റോ എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ടേസ്റ്റിയാണ്, അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇതെന്താ, ഗ്രേപ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ശംഖുപുഷ്പം വെച്ചിട്ട്. ഭയങ്കര കളറൊന്നുമില്ല, കുടിക്കാൻ ടേസ്റ്റിയാണ്. വൈനും കൂടി ചേർന്നിട്ടുള്ളതുകൊണ്ടേ ഒത്തിരി ടേസ്റ്റാണ്, ഒത്തിരി മധുരവുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വിചാരിക്കും, ഉണ്ടാക്കി ഞാൻ തന്നെയാണ് കുടിക്കുന്നതെന്ന്. ആർക്ക് കൊടുക്കാനാ, ഷുഗറല്ലേ, അച്ഛനമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡുണ്ട് കേട്ടോ, അത് വേറെ ഉണ്ട്. ഇതല്ല, കുടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് എന്താ ഗ്രേപ്സ് വെച്ചിട്ടാണ്. ഇത്
ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. വീട്ടിലപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാനും നിങ്ങൾക്ക് തന്നെ ഒരു റിഫ്രഷിങ് മൂടി തോന്നാനും പറ്റുന്ന ഒരു നല്ലൊരു മോജിറ്റോ. കോക്ടെയിൽ എന്ന് പറയാൻ പറ്റില്ലേ, കാരണം ആൽക്കഹോളിക് ആണോ വൈൻ അത് വലിയ പ്രോബ്ലം ഉള്ള സാധനം അല്ലല്ലോ അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറയണ്ട, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.